എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. നിങ്ങൾ എല്ലാവരും ഇടപ്പള്ളി ഭാഗത്ത് വീട് നോക്കുന്നവരാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇടപ്പള്ളിയിൽ വീട് ചോദിച്ചു വിളിക്കുന്നവര്. ഇടപ്പള്ളിയിൽ നമുക്ക് വീടുകൾ വരുന്നത് വളരെ കുറവാണ്. വന്നാൽ തന്നെ കോടികളാണ് ചോദിക്കുന്നത്. കോടികളൊന്നും മുടക്കാതെ ഇടപ്പള്ളിയിലേക്ക് ഈസി ആക്സസ് ഉള്ള ഒരു വീടാണെന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന വളരെ ചെറിയ ബഡ്ജറ്റ്, വളരെ ചെറുതെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയ ബഡ്ജറ്റിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീട് എവിടെയാണെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിൽ നമുക്ക് ഇടപ്പള്ളി നിന്നൊക്കെ ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ഇവിടേക്ക് ഇടപ്പള്ളി ഭാഗത്തേക്ക് അമൃത ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ 4.9 കിലോമീറ്റർ മതി. ഇടപ്പള്ളി ചർച്ചിലേക്ക് ലുലുവിലേക്കൊക്കെ പോകണമെങ്കിൽ 5-5.5 കിലോമീറ്റർ. നമുക്ക് കാക്കനാട് നോക്കുവാണെങ്കിൽ ഇൻഫോ പാർക്കിലേക്ക് 14 കിലോമീറ്ററും കളക്ട്രേറ്റിലേക്ക് 10 കിലോമീറ്ററുമാണ് വരുന്നത്. കളമശ്ശേരിക്കാണെങ്കിലോ കുസാറ്റിലേക്ക് 5 കിലോമീറ്റർ മതി. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്റർ. ഇനിയിപ്പോ നിങ്ങൾക്ക് തൃപ്പൂണിത്തുറ നല്ല ദൂരം അറിയണമെങ്കിൽ 17 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 3,300 വരുന്നത്. 3.3 സെന്റിൽ 1,500 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിലേക്ക് 4.9 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ എക്സാക്ട് ലൊക്കേഷൻ മഞ്ഞുമൽ എന്നാണ് പറയുന്നത്. ബസ് റൂട്ടിന് വളരെ അടുത്താണ്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. നിങ്ങൾ കണ്ടു, അടുത്തൊക്കെ നിറയെ വീടുകളാണ്. എല്ലാ വീടുകളിലും തന്നെ ആളുകൾ താമസമായതാണ്. നമുക്ക് ഇവിടെ വളരെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള വർക്കുകളും കൂടി ഇവിടെ തീരാനുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് വർക്കേഴ്സിനൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നരുത്. മതിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വർക്കുകൾ നമുക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. ഗേറ്റ് വന്നിട്ട് 2 ഗേറ്റ് ആണ്. ഒരു ചെറിയ ഗേറ്റ് തുറന്ന് നടന്ന് കയറാനും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ആയിട്ടുള്ള വലിയ ഗേറ്റിലൂടെ വാഹനങ്ങൾ കയറ്റാനുമാണ് നമുക്ക് ഉപയോഗിക്കാവുന്നത്. മെയിൻ പില്ലറുകൾ നമുക്ക് ഏകദേശം 3 വരുന്നുണ്ട്. അവിടെ നമുക്കിനി ഷോലൈറ്റ് കൊടുക്കാനുള്ള വർക്കുകളും കൂടിയാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. വീടിന്റെ ഭംഗിയുള്ള എലിവേഷനാണ്. വൈറ്റ് കളറാണ് മെയിൻ ആയിട്ട് പെയിന്റ് വരുന്നത്. കുറച്ച് ഭാഗങ്ങളിലൊക്കെ നോക്കുവാണെങ്കിൽ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ്, റെഡ് ഷെയ്ഡ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബോക്സി ഷേപ്പ് ആണെങ്കിലും മുകളിൽ ഒരു എ ഷേപ്പ് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഭംഗിയായ കളർ കോമ്പിനേഷനുകളിലാണ് ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺസ് വരുന്നുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കടന്നു വരുന്നത് കാർ പോർച്ചിലേക്കാണ്. ഇവിടുത്തെ ഫ്ലോറുകൾ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടാണ് ടൈല് വിരിച്ചിട്ട് അതിനിടയിലൊക്കെ ഗ്രാസ് പിടിപ്പിച്ചിരിക്കുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിലാണ്. ഒന്നാമത്തെ കാർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. രണ്ടാമത്തെ കാർ സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്പേസ് നോക്കിക്കോളൂ. വീട്ടിലേക്ക് കയറുമ്പോഴുള്ള റൈറ്റ് സൈഡിൽ ഈ ഭാഗത്തായിട്ട് രണ്ടാമത്തെയും കാർ. ടോട്ടൽ നമ്മുടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. നമുക്ക് റൈറ്റ് സൈഡിലൂടെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. രണ്ടാമത്തെ കാർ പാർക്കിങ്ങിന്റെ ഭാഗത്തൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ നമുക്ക് കാറ് മാത്രമല്ല ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാനും ഉപയോഗിക്കാം. ഇവിടെ നിന്ന് വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഭാഗം നോക്കുവാണെങ്കിൽ മെറ്റൽ ചിപ്പാണ് വിരിച്ചിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് നോക്കിയാലും കാണാം ഇവിടെ നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ് വരുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് നല്ല വൈഡാണ്. കിച്ചന്റെ ഡോർ ഇവിടെയാണ്. വർക്ക് ഏരിയ ചെയ്യാനായിട്ട് നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് കിണറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാർ പോർച്ചിന്റെ ബാക്കിലുള്ള ഈ ഒരു വോള് നോക്കിയാൽ ഭംഗിയുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് ഒരു ഒതുങ്ങിയ സിറ്റ് ഔട്ടാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. 2 ചെയറുകൾ നമുക്ക് ഇടാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. വുഡുകളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. വടക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. നേരെ അകത്തേക്ക് പോവാം. വീടിന്റെ ലിവിംഗ് സ്പേസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ലതായിട്ട് PVC പാനലിംഗ് ചെയ്തൊരു TV യൂണിറ്റ് ആണ് കാണാൻ പറ്റുന്നത്. ടിവിയുടെ മെയിൻ വയ്ക്കാനുള്ള ആ ഒരു പോർഷൻ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ബോർഡാണ്. താഴെ ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലും ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് ഷെൽഫുകളും വരുന്നുണ്ട്. മുകളിലും ചെറിയൊരു ഷെൽഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ LED ലൈറ്റുകളൊക്കെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമ്മൾ സ്ട്രേറ്റ് ഡോർ തുറന്നു വരുമ്പോൾ ഇവിടെ 3 വിൻഡോസും ബാക്കിയുള്ള വിൻഡോസ് ഫ്രഞ്ച് മോഡൽ അവിടെയുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആണ് ലിവിംഗ് റൂം. നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 12 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കേബിൾ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്നൈഡറിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലിവിംഗ് സ്പേസ് കണ്ടു. ഇത് നേരെ ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ
എൻട്രൻസ് തന്നെ ഭംഗിയായിട്ട് പാനലിംഗ് വർക്ക് ചെയ്തിട്ട് ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ വരുമ്പോൾ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ്. അവിടെയായിട്ട് നമുക്ക് 4 വിൻഡോസും കിട്ടുന്നുണ്ട്. സ്റ്റെപ്സിന്റെ ഒക്കെ ഹാൻഡ് റെയിൽസ് നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് സേഫ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പുകളാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വലിയൊരു ഡൈനിങ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം 14 അടി നീളവും 8 അടി വീതിയുമാണ് ഡൈനിങ് ഹാളിന് കിട്ടുന്നത്. ഒരു 7-8 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾ കണ്ടു. അതിന് താഴെയുള്ള ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വയ്ക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ടൈലുകൾ വരുന്നുണ്ട്, പാനലിംഗ് വർക്കുകളും വരുന്നുണ്ട്. സൊമാനിയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. അത് വെച്ചിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റില്. താഴെയൊക്കെ ആണെങ്കിലും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നമ്മൾ വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. റൂഫ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു പോർഷൻ കംപ്ലീറ്റ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. ബാക്കി നമ്മുടെ കവർ ചെയ്തിരിക്കുന്ന പോർഷൻ നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകൾ ചെയ്തിട്ട് വലിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഒരു 3 BHK വീടാണെന്ന് ഞാൻ പറഞ്ഞു. താഴെയായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. മഹാഗണിയിൽ ചെയ്തിരിക്കുന്ന ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. 13.5 അടി നീളവും 10 അടി വീതിയുമുള്ള നല്ലൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ചുറ്റിനും വിൻഡോസ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സിംഗിൾ വിൻഡോസ് നിറയെ കൊടുത്തിട്ടുണ്ട്. നേരെ റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഷോ ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്, കണ്ണിന് നല്ല കുളിർമ നൽകുന്ന കളർ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ ഫിറ്റിംഗ്സ് വരുന്നത്. സൊമാനിയുടെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകൾ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ആണ് കാണേണ്ടത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. എൻട്രൻസ് തന്നെ നല്ല ഭംഗിയായിട്ട് മുകളിലൊക്കെ നോക്കിയാൽ CNC കട്ടിങ് വരുന്നുണ്ട്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും ചെറിയ LED ബൾബുകളും വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷനൊക്കെ വുഡൻ ആയിട്ടാണ്. അതിന് താഴെയുള്ള ഭാഗവും പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നല്ലൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. ഗ്ലാസ് ഡോറുകളും ഗ്ലാസ് പാർട്ടീഷനും ഒക്കെ കൊടുത്തിട്ട് താഴെ കബോർഡുകളായിട്ട് തിരിച്ചിട്ട് നല്ലൊരു സൗകര്യം തന്നെയാണ് നമുക്കിവിടെ ക്രോക്കറി ഷെൽഫിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ബ്ലാക്ക് എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ ആണ്. വളരെ ഭംഗിയായിട്ട് വൈറ്റ് കളറും കൂടെ മിക്സ് ആയിട്ടാണ് കിച്ചൺ ക്യാബിനറ്റ്സ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ 3 വിൻഡോസ് വരുന്നുണ്ട്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ ടൈലാണ്. ഇവിടെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ് പോർഷനിൽ വരുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. റൂഫിൽ നമുക്ക് ചെറിയൊരു പവർ ഇഷ്യൂ ഉണ്ട്. ലൈറ്റ് ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല. ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഭംഗിയുള്ള ഡിസൈനും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡോർ തുറന്നാൽ പുറത്തേക്ക് ഇറങ്ങാം. വർക്ക് ഏരിയയ്ക്ക് നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ ഷൂട്ട് ചെയ്യാൻ കയറിയപ്പോഴേക്കും ചെറിയൊരു പവർ ഇന്ററപ്ഷൻ വന്നിരിക്കുന്നതുകൊണ്ട് കുറച്ച് ലൈറ്റുകളൊന്നും നിങ്ങളെ ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. എല്ലായിടത്തും തന്നെ നല്ല രീതിയിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. താഴത്തെ ഫ്ലോറിലൊക്കെ ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. മുകളിൽ അതുകൊണ്ട് ചെറിയൊരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിൽ വന്ന് നിൽക്കുമ്പോൾ ഇവിടെയായിട്ട് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ചെറിയൊരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ്, മറ്റൊന്നും തന്നെ ഇല്ല. ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മളൊരു ബെഡ്റൂം കണ്ടു. മുകളിൽ 2 ബെഡ്റൂമുകളും യൂട്ടിലിറ്റിയും ബാൽക്കണിയും കാണാനുണ്ട്. നമ്മൾ നടന്നു വന്ന വഴി നോക്കുവാണെങ്കിൽ ഇതേവരുടെ ഷേപ്പിലാണ് ഇവിടുത്തെ ഒരു സ്പേസ് വരുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ കാണാം ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് പിങ്ക്, ഒരു യെല്ലോ ഷെയ്ഡിൽ ഭംഗിയായിട്ടാണ് ഒരു ചെറിയ വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നിറയെ LED സ്ട്രിപ്പുകളും ബൾബുകളും ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി പുറത്തേക്ക് ഇറങ്ങാനുള്ള ഏരിയ നമ്മൾ കണ്ടു. ഇവിടെയായിട്ട് നമുക്ക് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് കവർ ചെയ്ത് കോൺക്രീറ്റിലാണ് യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. റൂഫ് ഒക്കെ സിമ്പിൾ ആയിട്ടാണ്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഇവിടെയായിട്ട് നമുക്ക് ഒരു ഓപ്പൺ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ 2 ബെഡ്റൂമുകളിൽ ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അത്യാവശ്യത്തിന് നല്ലൊരു വലിയ ബെഡ്റൂം തന്നെ കിട്ടുന്നുണ്ട്. 14 അടി നീളവും 10 അടി വീതിയുമാണ് സൈസ് വരുന്നത്. ഇവിടെ 2 വിൻഡോസും ഉണ്ട്. ഇവിടെ എല്ലാം നിറയെ വിൻഡോസ്, നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ കൊടുത്തിട്ട് തന്നെയാണ് വിൻഡോസ് വെച്ചിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡുകളിലും പ്രൊജക്ഷൻ കൊടുത്തിട്ട് LED ബൾബുകളാണ് വരുന്നത്. ഗ്രേ കളറിലൊരു വാർഡ്രോബ് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. അതിന്റെ കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്.
ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ വരുന്നത്. എല്ലായിടത്തും സമാനയുടെ തന്നെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്താണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. 12.5 അടി നീളവും 10.5 അടി വീതിയുമാണ് ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. ചുറ്റിനും വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ 4 വിൻഡോസ് ആണ് നമുക്ക് അടുപ്പിച്ച് കിട്ടുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയ വർക്കുകളും ലൈവ് ഫിറ്റിംഗ്സും മാത്രമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. അതിന്റെ കൂടെയും ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഒരു ഏരിയ സെപ്പറേറ്റ് മാറിയിട്ട് ഈ ഒരു ഭാഗത്താണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് ടൈലുകൾക്ക് കൊടുത്തിരിക്കുന്നത്. സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണിയുടെ പില്ലേഴ്സ് ഒക്കെ നോക്കിയാൽ ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. മുകളിൽ നല്ല രീതിയിൽ LED സ്ട്രിപ്പുകൾ LED ബൾബുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വിസിബിൾ ആണ്. ഈ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പരിചയപ്പെട്ടു. എറണാകുളം ജില്ലയിലേക്ക് ഇടപ്പള്ളിയിലേക്ക് ഈസി ആക്സസ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിലേക്ക് 4.9 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിൽ നിന്നുള്ള ദൂരം. ഇടപ്പള്ളി പള്ളി, അതുപോലെ തന്നെ നമുക്ക് ലുലു മാള് എല്ലായിടത്തേക്കും 5-5.5 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എത്താം. മഞ്ഞുമൽ എന്നാണ് സ്ഥലത്തിന്റെ പേര് പറയുന്നത്. ബാക്കി നമ്മൾ നോക്കുവാണെങ്കിൽ കളമശ്ശേരി, ഇടപ്പള്ളി, ആലുവ, തൃപ്പൂണിത്തുറ, എയർപോർട്ട് എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. നമുക്ക് എയർപോർട്ടിലേക്കൊക്കെ നിമിഷ നേരങ്ങൾ എത്താവുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വാസ്തുപരമായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കിണറിന്റെ സ്ഥാനമാണെങ്കിലും ഡോറുകൾ എല്ലാം തന്നെ വാസ്തുപരമായിട്ടാണ് വീട്ടിൽ വരുന്നത്. 3,300 ആണ് ലാൻഡ് അളവ് വരുന്നത്. 1,500 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളുണ്ട്. യൂട്ടിലിറ്റി സ്പേസ് വരുന്നുണ്ട്. വർക്ക് ഏരിയ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പേസും അവൈലബിൾ ആണ്. കിണർ വെള്ളമുണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസും കിട്ടുന്നുണ്ട്. ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെറിയ സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. അടുത്തൊക്കെ വീടുകൾ ആളുകൾ താമസമുള്ളതാണ്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 73 ലക്ഷം രൂപയാണ്. 73 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് ലോൺ ഫെസിലിറ്റിയിൽ സ്വന്തമാക്കണമെങ്കിൽ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോണും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഒട്ടും ലേറ്റ് ആക്കേണ്ട. ഇടപ്പള്ളിയിലേക്ക് എളുപ്പത്തിൽ എത്താവുന്ന ദൂരത്തിലുള്ള വീടുകൾ പെട്ടെന്ന് സെയിലായി പോകും. അതുകൊണ്ട് നമ്പറുകൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഫോൺ എടുക്കുക, വിളിക്കുക, വീട് സ്വന്തമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.